ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ഓഫീസാണ്. കുറേ പേർക്കും അറിയാവുന്നത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സലൂൺ ഓണറായിട്ട് മാത്രമായിരിക്കും. ആസ് എ പാഷൻ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ബൈ പ്രൊഫഷൻ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ലാസ്റ്റ് 4.5 years ആയിട്ട് ഞാൻ ഇൻഫോ പാർക്കിലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലൊരു ഡേനെ കുറിച്ചാണ്. ഷാർപ്പ് 9-10 ആകുമ്പോൾ ക്യാബ് വരും. ഇപ്പോൾ വീക്ക്ലി 3 days ഓഫീസിൽ പോകുന്നത്. ഇതാണ് കൊച്ചിൻ ഇൻഫോ പാർക്ക് ഫേസ് 2 കോഗ്നിസൻറ്റ് ടെക്നോളജി സൊല്യൂഷൻസ്. ഇനീഷ്യലി ചെന്നൈ ആയിരുന്നു എൻ്റെ വർക്ക് ലൊക്കേഷൻ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ലാസ്റ്റ് 1 year ആയിട്ടാണ് വീക്ക്ലി 2-3 days ഓഫീസിൽ വരാൻ തുടങ്ങിയത് കൊച്ചിയിൽ. ഓഫീസിൻ്റെ ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമും അവിടെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും ഗ്യാദർ ചെയ്യുന്നത്. ഇതൊരു വാക്ക് വേ പോലെയാണ്. നമുക്ക് ലഞ്ച് ടൈമൊക്കെ കഴിയുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ താഴെ കൂടെ ആയിട്ടൊരു കനാല് പോയിട്ടുണ്ട്. ഇതിൽ കൂടെ ആക്ച്വലി കയാക്കിംഗ് ഒക്കെ ഉള്ളതാണ്, ബട്ട് ഞാൻ വന്നിട്ട് പോയിട്ടില്ല. കയാക്കൊക്കെ ആ സൈഡിലായിട്ട് സൈഡിൽ ഇങ്ങനെ കയാക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, താഴെ പോകേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് പോവാം. ഇവിടെയാണ് എൻ്റെ സീറ്റ് വരുന്നത്. ഇത് ഞാൻ, സിമ്രൻ, അഞ്ജു. ഇതെൻ്റെ ചെറിയൊരു കലാവിരുതാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓൺ ബോർഡിങ്. ഇനി കുറച്ച് പണിയെടുക്കാം. രാവിലെ ഓഫീസിൽ വന്നാൽ പിന്നെ ബാക്ക് ടു ബാക്ക് മീറ്റിങ്സും വർക്ക് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പോകും. പിന്നെ ഫുൾ ബിസി ആയിരിക്കും. ആസ് യൂഷ്വൽ വാഷ്റൂം മിറർ സെൽഫി ഇല്ലാണ്ട് എന്ത് വ്ളോഗല്ലേ. ഇനി നമുക്ക് പാൻട്രിയിലോട്ട് പോവാം. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറിലും ഇതുപോലെ പാൻട്രീസ് അവൈലബിൾ ആണ്. വർക്ക് സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് കോഫിയൊക്കെ കുടിക്കാൻ ഞങ്ങളിവിടെ വരാറുണ്ട്. 2 മെഷീൻസാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് ഞാൻ പ്ലെയിൻ മിൽക്ക് എടുത്തിട്ട് ജിഞ്ചർ ഫ്ലേവർ ടീ ബാഗ് എടുത്ത് ഒരു ജിഞ്ചർ ടീ ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇവിടെ പല ഫ്ലേവേഴ്സിലുള്ള ടീ ബാഗ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും മൂഡിനനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം. ചായയൊക്കെ കുടിച്ച് ഇനി കുറച്ചും കൂടെ പണിയെടുക്കാം. ഇതാണ് ഞങ്ങളുടെ കഫറ്റേരിയ. 2 കഫറ്റേരിയസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മോസ്റ്റ്ലി എല്ലാവരും വരുന്നത് ഈ ഒരു സ്പേസിലായിരിക്കും. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കഫറ്റേരിയയിലേക്ക് വന്നേക്കുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഫുഡ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ മേടിച്ചത് നല്ല സേമിയ പായസമൊക്കെ ഉള്ള സൗത്ത് ഇന്ത്യൻ മീൽസാണ്. കഫറ്റേരിയക്ക് താഴെയായിട്ട് ഇതുപോലെ ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു സ്പേസും ഉണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പോഡും ഉണ്ട്. തിരക്കുള്ളതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തില്ല. അതിനോടടുത്ത് തന്നെ ATM മെഷീൻസും അവൈലബിൾ ആണ്. നമുക്ക് 2 എൻട്രൻസാണ് വരുന്നത്. ഒന്ന് പാർക്കിംഗ് ഏരിയയിൽ കൂടെയുള്ള എൻട്രൻസും പിന്നെ വേറൊരു എൻട്രൻസും. ഇതിൽ പാർക്കിംഗ് ഏരിയയിലെ എൻട്രൻസാണ് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചില ഫ്ലോറിലൊക്കെ ഇതുപോലെ റിലാക്സിങ് ഏരിയാസ് അവൈലബിൾ ആണ്. വർക്ക് സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോഗ്നിസൻറ്റിൻ്റെ എൻട്രൻസ് ഗേറ്റും പിന്നെ വേറെ കമ്പനീസും കാണാൻ പറ്റും. നമ്മുടെ യൂഷ്വൽ വർക്ക് സ്പേസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സ്പേസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ടീ ടൈമിൽ വീണ്ടും നമ്മൾ കഫറ്റേരിയയിലോട്ട് വന്നു. ഇവിടെ കുറേ സ്നാക്സ് അവൈലബിൾ ആണ്. സ്നാക്സ്, ജ്യൂസ്, ഓംലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ ഇന്ന് വാങ്ങിച്ചത് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഗ് ഓഫ് ചെയ്തു. മോർണിംഗ് ക്യാബിന് വന്നെങ്കിലും ഈവനിങ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് മിസ്റ്റർ ഹസ്ബൻഡ് 7 എത്തിയിട്ടുണ്ട്.
ട്യൂസ്ഡേ ആയതുകൊണ്ട് ഓഫീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കലൂര് പള്ളിയിലേക്കൊന്ന് പോയി പ്രാർത്ഥിച്ചു. ഈ ഇടയായിട്ട് മിക്ക ട്യൂസ്ഡേയ്സും ഞങ്ങളിപ്പോൾ കലൂര് പള്ളിയിൽ പോകാറുണ്ട്. എന്തോ ഇവിടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം. പിന്നെ ഫുഡില്ലാണ്ട് എന്ത് പരിപാടി അല്ലേ? അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ചെന്ന് പുതിയതായിട്ട് സ്റ്റാർട്ടായ ഫുഡ് ട്രക്കിൽ നിന്ന് നല്ല സൂപ്പർ ഫുഡ് കഴിച്ചു. ഒരു ചെറിയ മഴയൊക്കെയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് ബ്രെഡും ബീഫ് സ്റ്റൂവും വെള്ളയപ്പവും ഡക്ക് റോസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടനും കൂടെ കുടിച്ചപ്പോൾ ആഹാ അടിപൊളിയായിരുന്നു. ഇനി ആരെങ്കിലും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ബീച്ചിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ട്രക്കിൽ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ കണ്ടൻ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.